കോലാട് എന്ന പേരിൽ മാധവിക്കുട്ടി മലയാളത്തിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഇതേ വിഷയം തന്നെ ഇംഗ്ലീഷിൽ ഒരു കവിതയിൽ ഗോട്ട് എന്ന കവിതയിലും മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട്. ഒരു കുടുംബത്തിന് വേണ്ടി ജീവിച്ചു തളരുന്ന ഒരു സ്ത്രീയെപ്പറ്റിയാണ്, വീട്ടമ്മയെപ്പറ്റിയാണ് ആ കഥയും കവിതയും പറയുന്നത്. ഭർത്താവിനും മക്കൾക്കിനും വേണ്ടി ജീവിതം ഹോമിച്ച ഒരു സ്ത്രീ. അവർ അവശയാകുന്നു. അതോടുകൂടി അവർക്കൊരു സർജറി വേണ്ടി വരുന്നു. അവരെ ആശുപത്രിയിലാക്കുന്നു. സ്ട്രെച്ചറിൽ കിടക്കുമ്പോൾ, ആശുപത്രി മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ശസ്ത്രക്രിയ അടുക്കാറാകുമ്പോൾ പെട്ടെന്നവർ മയക്കം വിട്ടുണരുന്നു. അവർ കേൾക്കുന്നത്, അവർ അനുഭവിക്കുന്നത് പരിപ്പ് കരിയുന്ന മണമാണ്. പരിപ്പ് കരിയുന്ന മണം വരുന്നു. എന്നെ വിടൂ, ഞാൻ പോകട്ടെ എന്നാണ് അവർ ആശുപത്രിയിലെ ഡോക്ടർമാരോടും ചുറ്റുമുള്ള നേഴ്സുമാരോടും പറയുന്നത്. അടുക്കളയുടെ മണം ആ സ്ത്രീയെ വിട്ടുപോകുന്നില്ല. അടുക്കളയുടെ ഗന്ധം ആ വീട്ടമ്മയെ വിട്ടുപോകുന്നില്ല. ഭർത്താവിൻ്റെയും മക്കളുടെയും ഗന്ധം ആ വീട്ടമ്മയെ, ആ അമ്മയെ വിട്ടുപോകുന്നില്ല. അവരുടെ മനസ്സും ശരീരവും ആത്മാവുമെല്ലാം ഒരടുക്കളയിൽ, ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഭർത്താവിനും മക്കൾക്കുമൊപ്പം തളച്ചിടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒട്ടേറെ സ്ത്രീകളുണ്ട്. അത് ഇതിനു മുമ്പുള്ള ഒട്ടേറെ തലമുറകളോട് കൂടെ കഥയാണ്. ആ കഥയാണ് കോലാടെന്ന കവിതയിൽ മാധവിക്കുട്ടി എഴുതിയത്. അടുക്കളയിൽ തന്നെ തളച്ചിടപ്പെട്ട ഇതേപോലുള്ള ഒട്ടേറെ വീട്ടമ്മമാരുള്ള ഒരു നാട്ടിൽ നിന്നുമാണ് ഒരു മകൻ അമ്മയ്ക്കൊപ്പം യാത്ര തുടങ്ങുന്നത്. ശരത് കൃഷ്ണൻ MR. അമ്മയുമായി ശരത്ത് നടത്തിയ യാത്രാ പുസ്തകത്തിൻ്റെ പേര് തന്നെ ആ എന്നാണ്. അമ്മയിലേക്ക് തിരിച്ചു പോകുകയാണ്, മടങ്ങിപ്പോകുകയാണ്. കടപ്പാടിൻ്റെ, കർത്തവ്യത്തിൻ്റെ, കടമയുടെ ഒരു നിശബ്ദത പൂർത്തിയാക്കുകയാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ അപൂർവമാണ്. എന്നെങ്കിലും നിങ്ങൾ സ്വന്തം വീട്ടിൽ അമ്മയോട് ഒരു യാത്രയ്ക്ക് പോകാം എന്ന് ചോദിച്ചിട്ടുണ്ടോ? ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും? ഒട്ടേറെ ജോലികളുണ്ട് തീർക്കാൻ, ഒട്ടേറെ കാര്യങ്ങളുണ്ട് നോക്കാൻ. ശരത്തിൻ്റെ അമ്മ ഗീതയും അങ്ങനെ തന്നെയായിരുന്നു. വീട് വിട്ട് പുറത്തേക്കിറങ്ങാൻ മടിയുള്ള വ്യക്തി. വീടിന് സമീപത്തെ അമ്പലത്തിൽ വരെ മാത്രം പോകുന്നതിൽ തൃപ്തി കണ്ടെത്തുന്ന, സംതൃപ്തിയും സന്തോഷവും കണ്ടെത്തുന്ന, അതാണ് ജീവിതം എന്ന് ധരിക്കുന്ന ഒരു വീട്ടമ്മ. ആ വീട്ടമ്മയോട് ഒരു യാത്രയെപ്പറ്റി പറയുമ്പോൾ സ്വാഭാവികമായും നിഷേധ രീതിയിലായിരിക്കും മറുപടി. ആ വീട്ടമ്മയുമായി ഒരു യാത്ര പോവുക പലപ്പോഴും അസാധ്യമാണ്. പക്ഷേ എത്ര പേർ അമ്മയോട് ഒരു യാത്രയ്ക്ക് പോകാം എന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു യാത്രയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്, ഒരു യാത്ര സാധ്യമാക്കിയിട്ടുണ്ട്. ആ ചോദ്യം ചോദിക്കുന്നു ശരത് കൃഷ്ണൻ MRൻ്റെ യാത്രാവിവരണം. അതേസമയം തന്നെ സ്നേഹമുള്ള പുസ്തകം ആ. മുംബൈയിലേക്ക് വരുന്നോ എന്നായിരുന്നു ശരത് ആദ്യമായിട്ട് അമ്മയോട് ചോദിച്ചത്. അല്ലെങ്കിൽ മുംബൈയിലേക്ക് വരാൻ നിർബന്ധിക്കുകയായിരുന്നു. ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അവരെ കാണാം. 3 ദിവസത്തേക്ക് മാത്രമുള്ള ഒരു യാത്ര. പെട്ടെന്ന് തന്നെ യാത്രാ പദ്ധതി തയ്യാറായി. അമ്മയും മകനും കൂടി യാത്ര തിരിക്കുന്നു. 3 ദിവസത്തെ മുംബൈ യാത്ര. എന്നാൽ ആ യാത്ര അവസാനിച്ചത് 10 ദിവസത്തിന് ശേഷമാണ്. തിരിച്ചു വരാനുള്ള വിമാന ടിക്കറ്റ് പലതവണ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം ആ യാത്ര ഐതിഹാസികമായ ഒരു യാത്രയുടെ തുടക്കമായിരുന്നു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലാത്ത അമ്മയും മകനും തമ്മിലുള്ള യാത്രയുടെ തുടക്കമായിരുന്നു. കുട്ടിക്കാലത്ത് മക്കളെ നടക്കാൻ പഠിപ്പിക്കുന്നത് അമ്മ ഉൾപ്പെടെയുള്ള മുതിർന്നവരാണ്. അമ്മയാണ് മകനെ പുതിയ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നത്, പുതിയ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, പുതിയ രുചികളിലേക്ക് കൊണ്ടുപോകുന്നത്, ലോകത്തിലേക്ക് നടക്കാൻ പ്രാപ്തനാക്കുന്നത്. ഇവിടെ ഒരു മകൻ അമ്മയെ കൊണ്ടുപോകുകയാണ് കാഴ്ചകളിലേക്ക്, അനുഭവങ്ങളിലേക്ക്, രുചികളിലേക്ക്, വിശാലമായ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക്. മുംബൈയിൽ ചെന്ന ആ യാത്ര മുംബൈ മാത്രം കണ്ട് മടങ്ങാനായിരുന്നില്ല. അവർ ഷിർദിയിലേക്ക് പോകുന്നു, നാസിക്കിലേക്ക് പോകുന്നു, നാഗ്പൂരിലേക്ക് പോകുന്നു, മുന്തിരിത്തോട്ടങ്ങളിലേക്ക് പോകുന്നു, ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നു. അജന്തയും എല്ലോറയും കണ്ട് അത്ഭുതപ്പെടുന്നു. അജന്തയും എല്ലോറയും എന്തുകൊണ്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയില്ല എന്ന് അത്ഭുതപ്പെടുന്നു. ലോണാവാലയിലേക്ക് പോകുന്നു, പൂനെയിലേക്ക് പോകുന്നു. 10 ദിവസത്തെ മുംബൈ യാത്ര
മഹാരാഷ്ട്ര യാത്ര കടഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ശരത് കൃഷ്ണന് ഉറപ്പായിരുന്നു, ഇനി എന്നെങ്കിലും ഒരു യാത്രയ്ക്ക് വരുന്നോ എന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ അമ്മ തയ്യാറാകും. അത് അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ യാത്രയായിരുന്നോ? ഒരമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ യാത്രയായിരുന്നോ? അത് ഈ ലോകത്തിന് പകരുന്ന സന്ദേശമാണ്, സ്നേഹമാണ്, അടുപ്പമാണ്, ഒരുമയാണ് ഈ പുസ്തകത്തിൻ്റെ കരുത്ത്. സാഹിത്യത്തിൻ്റെ ഭംഗി ഈ പുസ്തകത്തിൽ തേടേണ്ടതില്ല. യാത്രാവിവരണത്തിൻ്റെ പതിവ് ചിട്ടവട്ടങ്ങൾ ഈ പുസ്തകത്തിൽ അന്വേഷിക്കാൻ മിനക്കെടുകയേ ചെയ്യേണ്ട. ഇതൊരു സുഹൃത്തിൻ്റെ സംഭാഷണമാണ്. സുഹൃത്ത് പറയുമ്പോൾ അത് സംഭാഷണമല്ല, സംസാരം മാത്രമാണ്. ആത്മാവ് ആത്മാവിനോട് സംസാരിക്കുന്നു, മനസ്സ് മനസ്സിനോട് പറയുന്നു, ഞാൻ എന്നോട് തന്നെ പറയുന്നു. നമ്മളുടെ സംസാരം അതിൻ്റെ എല്ലാ സ്വാഭാവികതയോടും കൂടി കൃത്രിമം ഒന്നുമില്ലാതെ നൈസർഗികമായി ഈ പുസ്തകത്തിൽ ഒരു സംഭാഷണം പോലെ തന്നെ വാർന്നു വീഴുന്നു. അതിലൂടെ ഒരു യാത്രയുടെ ആവേശത്തിലേക്ക്, അഭിമാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നമ്മളും നടന്നു പോകുന്നു. മുംബൈ യാത്രയ്ക്ക് ശേഷം പിന്നീട് എപ്പോൾ ഒരു യാത്രാ പദ്ധതി തയ്യാറാക്കിയാലും ശരത്ത് അത് അമ്മയോടൊപ്പമാണ് എന്നുറപ്പാക്കി. പലപ്പോഴും മുന്നേ തന്നെ ശരത്ത് കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള കാഴ്ചകളിലേക്കും കേൾവികളിലേക്കുമാണ് അമ്മയെ കൊണ്ടുപോയത്. ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിച്ചാൽ അത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടി വായിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഇഷ്ടപ്പെട്ട ഒരു പൂവ് കണ്ടാൽ, ഒരു രുചി അറിഞ്ഞാൽ, ഒരനുഭവം നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രിയപ്പെട്ടവരും അതേ തീവ്രതയോടെ അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കും. ഇവിടെ തീർക്കാൻ കഴിയാതെ പോയ കടമകൾ ഓരോന്നും അമ്മയ്ക്കൊപ്പം ശരത്ത് പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം അവരുടെ യാത്ര ഗൾഫ് നാടുകളിലേക്കായിരുന്നു. ദുബായിയും അബുദാബിയും കണ്ടു. ദിവസങ്ങൾ നീളുന്ന യാത്ര. ആ യാത്രയ്ക്ക് ശേഷം 2 തവണ ശ്രീലങ്കയിലേക്ക് പോയി. അപ്പോഴും ഇന്ത്യയെ അറിയാൻ, ഇന്ത്യയെ കണ്ടെത്താൻ ബാക്കി കിടപ്പുണ്ടായിരുന്നു. അതിനുശേഷം ആ യാത്രകളായിരുന്നു. വാരാണസിയിലേക്ക് പോയി, ഹിമാലയൻ താഴ്വരകളിലേക്ക് പോയി, കുളു, മണാലി, ലേ, പഞ്ചാബ്, ഡൽഹി, സുവർണക്ഷേത്രം, അവസാനം ശ്രീ പത്മനാഭപുരം ക്ഷേത്രത്തിൽ അവർ എത്തി നിൽക്കുമ്പോൾ, ഒരു ജീവിതയാത്ര പൂർത്തിയാകുമ്പോൾ ഈ പുസ്തകം നമ്മളോട് പറയുന്നു, വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലൂ, അമ്മയിലേക്ക് മടങ്ങിച്ചെല്ലൂ, അമ്മയെ വിളിക്കൂ, വരൂ, നമുക്കൊരു യാത്ര പോകാം. വീട്ടിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട് നോക്കാൻ എന്ന് പറയുന്നവരെ ഒരിക്കൽ മാത്രം നിർബന്ധിക്കുക. ഒരൊറ്റത്തവണ അമ്മയ്ക്കൊപ്പം ഒരു മകൻ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിലും വലിയ ഒരു സൗഹൃദം, അതിലും വലിയ പ്രണയം, അതിലും വലിയ ഇഷ്ടം 2 വ്യക്തികൾക്ക് തമ്മിൽ ഒരിക്കലും ഉണ്ടാകാനേ സാധ്യമല്ല. അമ്മയും മകനും ഒരുമിച്ച് കണ്ട കാഴ്ചകൾ. താജ്മഹൽ കണ്ടപ്പോൾ ശരത്ത് താജ്മഹലിലേക്കല്ല നോക്കിയത്, അമ്മയുടെ കണ്ണുകളിലേക്കാണ് നോക്കിയത്. അമ്മയുടെ കണ്ണുകളിൽ പ്രതിഫലിച്ച താജ്മഹലാണ് താൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല സൗന്ദര്യമുള്ള കാഴ്ച എന്ന് ശരത് ഈ പുസ്തകത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഓരോ കാഴ്ചയും അങ്ങനെ തന്നെയാണ്. ഭക്തിയുടെ ലഹരിയുണ്ട്, ആത്മീയതയുടെ വിശുദ്ധിയുണ്ട് ഈ വാക്കുകൾക്കുണ്ട്. കുംഭമേളയുടെ തീഷ്ണത, കുംഭമേളയുടെ തീവ്രത, ആത്മീയതയുടെ പാരമ്യം അവൾ അനുഭവിക്കുന്നുണ്ട്. ഒറ്റയ്ക്കും അമ്മയ്ക്കൊപ്പം നടത്തിയ യാത്രയിലും സുഹൃത്തുക്കൾക്കൊപ്പം നടത്തിയ യാത്രയിലും ഓരോ യാത്രയിലും അവർ സ്നേഹത്തിൻ്റെ പുതിയ പുതിയ സമവാക്യങ്ങൾ രചിക്കുകയായിരുന്നു. പലപ്പോഴും കാഴ്ചക്കാർക്ക് അത്ഭുതമാണ്, ഒരമ്മയും മകനും ഇത്ര ദൂരെ തുടർച്ചയായിട്ട് യാത്രകൾ ചെയ്യുന്നു. ആദ്യം കാഴ്ചക്കാരുടെ കണ്ണിൽ അത്ഭുതമാണ്. ആ അത്ഭുതം പിന്നീട് സ്നേഹത്തിന് വഴിമാറുന്നു, വാത്സല്യത്തിന് വഴിമാറുന്നു, അത് സൗഹൃദത്തിലേക്ക് വഴിമാറുന്നു. ഈ അമ്മയ്ക്കും മകനും വേണ്ടി എന്ത് സേവനവും ചെയ്യാൻ വേണ്ടി ഈ ലോകം കാത്തിരിക്കുന്നു. ഒരു ലോകം തന്നെ കാത്തിരിക്കുന്നു സ്നേഹത്തിൻ്റെ ഈ സമവാക്യം പൂരിപ്പിക്കാൻ. ഈ യാത്രാ പുസ്തകത്തിൽ രാജ്യങ്ങളിലൂടെ, ഇന്ത്യയിലൂടെ, അമ്മയും മകനും നടത്തുന്ന യാത്രകളിലൂടെ യാത്രയുടെ ഒട്ടേറെ സവിശേഷതകളും സൗന്ദര്യങ്ങളും അനുഭൂതികളും നമുക്ക് ഈ പുസ്തകം പകരുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം ഉപരി ഒരിക്കൽ കൂടി പറയട്ടെ, സ്നേഹത്തിൻ്റെ, അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ, ഒരുപക്ഷെ നമ്മളൊക്കെ വീട്ടാൻ മറന്നു പോകുന്ന, നഷ്ടബോധത്തോടെ ഓർക്കുന്ന, നഷ്ടപ്പെടാൻ അനുവദിക്കുകയും അതിനുശേഷം മാത്രം വിഷാദിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ലോകത്തെയാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അമ്മയ്ക്കൊപ്പം നടത്തേണ്ട യാത്രകളെപ്പറ്റി.
അമ്മ മകനെ കൈപിടിച്ച് നടത്തിയതുപോലെ മകൻ അമ്മയെ കൈപിടിച്ച് ഈ ലോകത്തിൻ്റെ വിശാലതകളിലേക്ക് നടക്കുമ്പോൾ, ഹിമാലയൻ താഴ്വരകളിലേക്ക് ഉൾപ്പെടെ നടക്കുമ്പോൾ അവിടെ വീഴുന്ന മഞ്ഞ് സ്നേഹത്തിൻ്റെ മഞ്ഞിൻ കണങ്ങളാണ്. ആ മഞ്ഞിൻ കണങ്ങളിലൂടെ ഈ അമ്മയും മകനും നടത്തുന്ന യാത്ര ആദ്യത്തെ യാത്രയല്ല, അവസാനത്തെ യാത്രയല്ല, അന്തമില്ലാത്ത യാത്രകളാണ്. ആ യാത്രകൾ നമ്മളെയും ക്ഷണിക്കുന്നു. വരൂ, നമുക്കൊരുമിച്ച് പോകാം. അമ്മയും മകനും. മകൻ അമ്മയെ വിളിക്കുന്നു. ഇനി അമ്മയ്ക്ക് ആ വിളി കേൾക്കാതിരിക്കാൻ കഴിയില്ല. അമ്മ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് താമസിക്കേണ്ട, വേഗം പോകാം.